ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എന്നെ എല്ലാവരും മറന്നുപോയോ? നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്കായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പം അതിനിടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാഞ്ഞത്. പിന്നെ ഇച്ചിരി മടിയും കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും വീണ്ടും എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉള്ളത് കൊണ്ടാണ് തന്നെയാണ് ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തടിച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല വണ്ണമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, തിന്ന് ഉണ്ടാക്കിയ വണ്ണത്തിന് നമ്മൾ എന്താ പറയുക, അപ്പം വെയിറ്റൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മന്ത് ഓഫ് മാർച്ചിലാണ് ഞാൻ നമ്മുടെ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴേക്ക് നല്ല തൊണ്ടവേദന, പനി, ജലദോഷമൊക്കെ വന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ തണുപ്പ് ചൂടിലേക്ക് മാറുന്നതിന് മുന്നേ ഉള്ള കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ കാരണം എന്താണ് തൊണ്ടവേദന, ജലദോഷം, ചുമയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് മാറുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടന് വന്നു, ഉണ്ണിക്കുട്ടന് മാറുമ്പോഴത്തേക്ക് പൊന്നൂസിന് വന്നു. അങ്ങനെ ആ മാസം കംപ്ലീറ്റ്ലി ഞാനും മക്കളെ ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു. ആസ്റ്ററിൽ കയറും, പിന്നെ അത് കഴിഞ്ഞ് നസീമിൽ പോകും, നസീമിൽ നിന്ന് മാറിയില്ലെങ്കിൽ വീണ്ടും ആസ്റ്ററിൽ പോകും. അങ്ങനെ ഒരു ഷട്ടിൽ ബാറ്റ് സർവീസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്തും ഞാൻ ഒരുപാട് ആൾക്കാർ, ഖത്തറിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ടില്ല. കാരണം കുട്ടികളും മുതിർന്നവരും സ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്നു. അത്രയും പ്രശ്നമായിരുന്നു ഹോസ്പിറ്റൽസിലൊക്കെ. രാവിലത്തെ മോർണിംഗ് അലർജി ആയിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഓക്കെ എല്ലാം സെറ്റായി, നമുക്ക് ഏപ്രിൽ മുതൽ തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് 13-ാം തീയതി അച്ഛൻ വന്നു. അപ്പോൾ അച്ഛൻ വന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ, അച്ഛൻ്റെ കൂടെ പുറത്ത് പോകണം, അച്ഛൻ്റെ കൂടെ ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോയി. പിന്നെ ഓരോ ദിവസം പോയി. പിന്നെ ഇതെൻ്റെ സ്കൂളിൽ ഓഫ് ചെയ്യട്ടെ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ഇത് എൻ്റെ സെക്കൻഡ് ഇയറാണ്. അപ്പോൾ എന്താ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ തന്നു. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പാലിക്കണം. അല്ല യൂട്യൂബ് നമുക്ക് പിന്നെയും ചെയ്യാം, ജോലിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസം പോയി. പിന്നെ അച്ഛൻ 1 മാസം എവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പതുക്കെ പറയാം. ഇവിടെ സമയം ഏകദേശം 5:30 ആവാറായി. സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ടിഫിനും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഗുഡ് ന്യൂസ്, 2 ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബാഡ് ന്യൂസും പറഞ്ഞു കേട്ടോ. ഞാനങ്ങനെ എല്ലാം ഹൈഡ് ചെയ്യുന്നൊരു കൂട്ടത്തിലല്ലാന്ന് അറിയാമല്ലോ. അപ്പം ദൈവം സാക്ഷി ഇപ്പം ബാഡ് ന്യൂസും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ കൂടെ കട്ടക്ക് പുള്ളി നിൽക്കുന്നതുകൊണ്ട്, പിന്നെ അല്ല എന്താ പറയുക, എൻ്റെ പൂർവികരുടെയും പ്രാർത്ഥനയും കൊണ്ട് ഞാനങ്ങനെ സേഫായിട്ട് പോവുകയാണ്. പിന്നെ എന്താ അസുഖം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വരുമല്ലോ. അതിപ്പം എന്താണ്, അതിനെ തരണം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ദൈവസാക്ഷ്യം എനിക്ക് അതുമില്ല. ഈ ഇടയ്ക്കൊരു കോൾഡ്, ജലദോഷം, അലർജി പ്രശ്നം അത് ചെറുപ്പം മുതലേ ഉണ്ട്. പറയാമെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത മോന് വിച്ചൂട്ടന് ജോലി കിട്ടി. അപ്പോൾ അവനിപ്പോൾ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ തന്നെ ഇൻറ്റേൺഷിപ്പ് ആക്കി കൊടുത്തതാണ്. അവനെന്തായാലും ഇപ്പോൾ 1 വർഷം അവിടെ നിൽക്കാനുള്ള പ്ലാനുള്ളൂ. 1 വർഷമാണ്, ചിലപ്പോൾ 6 മന്ത്. അത് അവൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. കാരണം എന്ന് വെച്ചാൽ അറിയാലോ, ചെന്നൈ എന്ന് പറയുന്ന പ്ലേസ് കുറച്ചൊരു ഡള്ളായിട്ട് നിൽക്കുകയാണ്. കാരണം എസ്പെഷ്യലി കാരണം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ കൂടി ആകുമ്പം അവന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, എന്തായാലും ആരുടെയും കൈയും കാലും പിടിക്കാതെ സ്വന്തം നിലയിൽ അവനെത്തിയാലോ, അതിന് വലിയൊരു സന്തോഷം. ആസ് എ പാരൻറ്റ് ഐ എം റിയലി ബ്ലെസ്ഡ് ടു ഹാവ് ഹിം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പൊന്നൂസിന് എൻ്റെ സ്കൂളിൽ എന്നെ അഡ്മിഷൻ കിട്ടി. അപ്പം അത് ഒരു നല്ലൊരു ഭാഗ്യം തന്നെയാണ്. ഒരുമിച്ച് പോവും വരും ഒക്കെ ചെയ്യാം. പിന്നെ ഉണ്ണിക്കുട്ടിൻ്റെ കാര്യം ഇതുവരെയായിട്ടൊന്നും സെറ്റായിട്ടില്ല. അത് ശരിയാവുമായിരിക്കും, പ്രാർത്ഥിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഫുഡും കാര്യങ്ങളൊക്കെ ആയി. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വന്നിട്ട് കാണാം കേട്ടോ. എന്തായാലും വീഡിയോസ് ഡെയിലി ഇടണം എന്നുള്ളൊരാഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റും. അപ്പോൾ രാവിലത്തെ വെയിറ്റ് ഞാൻ നോക്കി, ഇത് ഇളം ചൂടുവെള്ളം കുടിക്കുകയാണ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്നൊരു കാര്യം ഇളം ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ. അതിന് ഞാൻ ഒരു മാറ്റം വരുത്തുന്നില്ല. എനിക്ക് രാവിലെ തന്നെ ഈ ചിയ സീഡ് വെള്ളം മറ്റുള്ള വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ദഹിച്ചൊന്നും വരില്ല. അപ്പോൾ പല്ലൊക്കെ തേച്ചു, വിളക്കൊക്കെ കത്തിച്ചു, രാവിലെ ഇനി ഫ്രഷ് അപ്പ് ആവണം. ഇനി ഇത് വെള്ളം കുടിച്ച് ഒരു ചായയും കുടിച്ചിട്ടാണ് ഫ്രഷ് അപ്പ് ആവാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പതുക്കെ കാണാം. സ്റ്റേ ട്യൂൺ ഫോർ. അങ്ങനെ ഇന്നത്തെ വെയിറ്റ് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഡേ 1 നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 91.8 ആണ്. എൻ്റെ ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്, അതായത് എൻ്റെ ഹൈറ്റ് -100, അതായത് എൻ്റെ ഹൈറ്റ് വരുന്നത് 169 സെൻറ്റിമീറ്റേഴ്സ് -100, അപ്പോൾ 69-70 റേഞ്ച് കേട്ടോ. അങ്ങനെ രാവിലത്തെ ചായ കുടിക്കാൻ പോയി കേട്ടോ. ഒരു 1/2 സ്പൂൺ ഷുഗർ മാത്രമേ ഇട്ടുള്ളൂ. അതൊക്കെ കുടിച്ച് വേഗം ഞാനും പൊന്നൂസും കൂടെ ഇറങ്ങി കേട്ടോ. 6:15 ബസ് വരുന്നത്. പിന്നെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം എന്ന് പറയുന്നത് 8:50 to 8:35-40 വരെയാണ്. അപ്പോൾ ഞാൻ ബ്രെഡ് ഓംലെറ്റാണ് എടുത്തത്. പിന്നെ അവിടുന്ന് ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഒരു ഗ്ലാസ് ചായയും കൂടെ ഞാൻ കുടിച്ചു. പിന്നെ നമ്മുടെ സെക്കൻഡ് ബ്രേക്ക് വരുന്നത് 11:30 ആണ്. അപ്പോഴും ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നേരെ വീട്ടിലേക്ക് വിട്ടു. പുറത്ത് നല്ല ചൂടാണ്, 49 ഡിഗ്രി ആയിരുന്നു കേട്ടോ ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടത്ത് ട്രാവൽ ചെയ്ത് വീട്ടിലെത്തുന്ന ഒരവസ്ഥ. AC അങ്ങനെ വീടൊക്കെ എത്തി, ഡ്രസ്സൊക്കെ മാറ്റി, ഫ്രഷപ്പായി, ഫുഡൊക്കെ ചൂടാക്കും കേട്ടോ. ചോറ് രാവിലെ വെച്ചു. ഇന്ന്
മീൻ പൊരിച്ചില്ല. നല്ല പൊടിക്കാറ്റാണ്, എനിക്ക് അറിയില്ല പൊടി തട്ടിയിട്ടാണോ ചുമ. കാരണം നമ്മൾ സ്കൂൾ ബസ് വെയിറ്റ് ചെയ്യുന്നിടത്ത് നമുക്ക് കുറച്ചൊന്നും നടക്കാനുണ്ട്. അപ്പോൾ ഈ പിള്ളേരും ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ ഇങ്ങനെ ഷൂസ് വരച്ച് നടക്കുമല്ലോ. ഞാനാണെങ്കിൽ ഇന്ന് മാസ്ക് ഇടാനും വിട്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സെറ്റാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എനിക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്തായാലും കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പിന്നെ ഇന്ന് നാളെ വെച്ച് നടന്നിട്ട് മാത്രമാട്ടോ ഇത്രയും ഡിലേ ആയത്. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത്. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കും ദൈവം നല്ലത് വരുത്തുമെന്ന് പറയാറില്ലേ. എൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിക്ക് ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ പറയാമല്ലോ, ഞാനിപ്പോൾ ഫുഡായാലും പൈസ ആയാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല പറ്റാവുന്നത് പോലെ പലരെയും ഞാൻ സഹായിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തെ മൊത്തം ഞാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എന്തെങ്കിലും മീൻസ് നമ്മുടെ ഒരു ആവശ്യത്തിന് വരുമ്പം ചോദിക്കുമ്പോഴേക്ക് ബ്ലോക്കാക്കി പോവുക, കേസ് കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പം ദൈവം അവരോടൊക്കെ ചോദിക്കും അല്ലേ. അല്ലാതെ പ്രതികാരം ചെയ്യാനൊന്നും ഞാൻ നിൽക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്ര തരം താണിട്ടില്ല പ്രതികാരം ചെയ്യാൻ. പിന്നെ 2 കൈ അടിച്ചാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ഒരു കൈ മാത്രം അടിച്ചാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ ഈ ലോകത്തൊന്നും മീൻസ് ഈ ലോകത്ത് അത് മാത്രം സംഭവിക്കില്ലല്ലോ. പെണ്ണ് മാത്രമല്ലല്ലോ എല്ലാത്തിനും ഉത്തരവാദി. ഒരാണും ഉത്തരവാദിയാണ്. ഒരാണും പെണ്ണും ഉത്തരവാദി കഴിഞ്ഞാലാണ് അവിടെ ഒരു കുടുംബത്തിൽ മൊത്തം ഉത്തരവാദിയാവുന്നത് അല്ലേ. അപ്പോൾ അതൊന്നും ഞാൻ എന്തായാലും ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അന്ന് എന്നെ തകർക്കാൻ വേണ്ടി പലരും നോക്കി, പക്ഷെ തകർന്നില്ല. നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് ഞാൻ പോകുന്നുണ്ട്. മുന്നോട്ട് അതുപോലെ തന്നെ ഞാൻ പോകും. ദൈവം എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഇപ്പം എനിക്ക് ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ കേട്ടോ. ഞാൻ ദൈവത്തെ മാത്രമേ ഞാൻ പേടിക്കുള്ളൂ. കുറേ മനുഷ്യന്മാരെയൊക്കെ ഞാൻ പേടിച്ചിരുന്നു. ഇനി ഒരാളും ഞാൻ വെറുക്കില്ല. ഓക്കെ, ഫുഡ് കഴിക്കട്ടെ, കാണിച്ചു തരാം. ഉച്ചക്കത്തെ ലഞ്ച് ഇതാണ്. മോരുകറി ഉണ്ട്, ചെമ്മീൻ ഫ്രൈ ഉണ്ട്, അച്ഛൻ കൊണ്ടുവന്ന അച്ചാറുണ്ട്. ഇത് ചോറ് ഇങ്ങനെ പൊടിയായിട്ട് തോന്നാത്തതുകൊണ്ടാട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ ഉള്ളതുപോലെ തോന്നുന്നു. ചോറ് കുറയില്ല, രാവിലെ വെച്ചിട്ട് പോയതല്ലേ, ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാൻ ചോറ് കഴിക്കട്ടെ. അപ്പോൾ അതാ ഞാൻ ഫുഡൊക്കെ ഏകദേശം കഴിയാറായി. ഇവിടെ പിന്നെ പൊന്നൂഷ 4:30 എത്തും. ഉണ്ണിക്കുട്ടൻ ഒരു 2:30-3 മണിയാകുമ്പോഴേക്ക് എത്തും. അപ്പോഴേക്ക് ഞാൻ ചോറൊക്കെ കഴിച്ച് ഞാൻ സെറ്റാവും. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുമ്പോൾ ഞാൻ ഒറ്റക്കാണ്. മോൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ല. അപ്പോൾ ഞാനെല്ലാം വിളമ്പി സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ മക്കളുടെ പഠിത്തവും കാര്യങ്ങളും അവർക്ക് ഫുഡ് കൊടുക്കലും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 7:30 ആകുമ്പോഴേക്കും ഞാൻ നടക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല പൊടിക്കാറ്റാണ്. അപ്പോൾ വേഗം ഞാൻ നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നടന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നടക്കാൻ ഇറങ്ങി പാട്ട് കേട്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 7:30. എത്ര നേരം നടക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇവിടെയൊക്കെ റോഡിൽ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകളുണ്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു അപകർഷബോധം ആണ് കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട്. എന്നാലും നോക്കാം. നടത്തം ശരിയാവുന്നില്ല. നല്ല സുഖമായിട്ടോ നടക്കാൻ. പക്ഷെ റോഡിലൊക്കെ ഫുൾ ആൾക്കാർ. 1/2 മണിക്കൂർ നടന്നു കേട്ടോ. നല്ല കാറ്റുണ്ട് പുറത്ത്. അപ്പോൾ ദാ നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറേ നേരം പുറത്തുനിന്ന് നടക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് ഞാൻ മാസ്ക് ഇട്ട് പോയത്. പൊടിക്കാറ്റാണ് കേട്ടോ. ഇന്ന് ഭയങ്കര പൊടിക്കാറ്റാണ്. ഇന്നും ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ നന്നായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ബട്ട് ഡ്യൂ ടു സം സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ കീപ്പിംഗ് ഓൺ ഹോൾഡ്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ശരിയാവും. എൻ്റെ ടൈമിങ്ങും എൻ്റെ റൂട്ടീനൊക്കെ ഒന്ന് മാറ്റണം. എന്തായാലും ഉച്ചയ്ക്ക് ഞാൻ ഇച്ചിരി ഉറങ്ങുന്നുണ്ട്. 1 മണിക്കൂർ ഞാൻ ഉറങ്ങും. ബിക്കോസ് രാവിലെ നമ്മൾ എത്രയും എണീച്ച് സ്ട്രെസ് ആവുന്നതിന് പകരം ഉച്ചയ്ക്കൊന്ന് റിലാക്സ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. 1 മണിക്കൂർ ഉറങ്ങാം, ഒരു പ്രശ്നമില്ല. പിന്നെ എന്താ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഉച്ചയ്ക്ക് വല്ല സ്മൂത്തീസ് എന്തെങ്കിലും കഴിച്ച് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ടൊരു വർക്കൗട്ട് റൂട്ടീൻ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത്. കാരണം വെറുതെ പുറത്ത് പോയി നടന്നിട്ട് സമയം കളയേണ്ട എന്നുള്ള രീതിയും എൻ്റെ മൈൻഡിലുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും നാളത്തെ വീട്ടും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇത് നമുക്കങ്ങനെ തുടർന്നുകൊണ്ടേ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. നന്നായിട്ട് എനിക്ക് വയറ് ചാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് വയറ് ചാടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള വർക്കൗട്ടൊക്കെ നമുക്ക് ചെയ്യണം. എന്തായാലും 5th മുതൽ ഒരാഴ്ച ഇവിടെ അവധിയാണ്. ആ സമയത്ത് നമുക്ക് നന്നായിട്ട് കട്ടൊക്കെ ഇരുന്ന് ചെയ്യാം. ഫുഡ് ഇനിയും കൺട്രോൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഇതൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് കഴിച്ചതാണ്. വൈകിട്ട് ഇന്ന് ചായ കുടിച്ചിട്ടില്ല. ഇപ്പോൾ എന്താ ഇനി ഇച്ചിരി ഫ്രഷായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിച്ചിട്ട് അങ്ങ് കിടക്കും. അപ്പോൾ ഇത് നമുക്കങ്ങ് ഫോളോ ചെയ്യാൻ പോവാം. പിന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം.
ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ പിന്നെയും കുറച്ച് നേരം ഇവിടെ പുറത്തുനിന്ന് നടന്നു, ഒരു 2-3 സൈഡ് ചെക്സ് ചെയ്തു. ശരി അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ ബൈ.